ഡോക്ടർ ബാബു പോളിനെ പോലെ ഒരാള് കേരളത്തിലെ IAS അന്നത്തെ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത്. ഇപ്പോൾ ഇടുക്കി ഡാമിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അതിന്റെ 50ാം വർഷം ഇതിലേക്ക് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഡാമിന്റെ റിസർവോയർ നിറയുമ്പോൾ അതിനകത്ത് അയ്യപ്പൻ കോവിലിന്റെ ഒരു ശാസ്ത്ര ക്ഷേത്രം, അതും പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് കൺസെപ്റ്റ്. അവിടുത്തെ അയ്യപ്പൻ ഇരിക്കുന്നത് പൂർണ്ണ പുഷ്കല എന്ന് പറഞ്ഞ 2 ദേവിമാരോടൊപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് വെള്ളത്തിലാകുമെന്ന് കണ്ട ഒരു ഘട്ടത്തിൽ ഇതിനെന്തിനാ ദേവപ്രശ്നം നടത്തുന്നത്, ഇല്ലെങ്കിൽ ഇത് എന്തിനാ മാറ്റുന്നത്, അത് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം മാറ്റിയാൽ പോരെ എന്ന് നമുക്കിപ്പോൾ യുക്തിപരമായിട്ട് ചോദിക്കാം. പക്ഷെ ബാബു പോളിനെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ കഥ ഇതുവരെയും അതിന്റെ പേജ് 150-37 ഒരു അധ്യായം തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസവും ഈ ഭരണഘടനയിലെ തീരുമാനങ്ങളും അതൊന്നിച്ച് പൊരുത്തപ്പെട്ടു പോകുന്നത്, ആ വിശ്വാസം വേറൊരു ഭാഗം. അതാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതും. സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയങ്ങളിലും അതാണല്ലോ ആർട്ടിക്കിൾ 25-ഉം ആർട്ടിക്കിൾ 14-ഉം തമ്മിൽ അത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം. ഇത് നേരത്തെയും ഇത് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് പോകുന്നത്. മതസ്വാതന്ത്ര്യത്തിന് മുകളിലാണോ തുല്യത എന്നുള്ളതാണല്ലോ, അതിലേക്കാണല്ലോ അവസാനം വരാൻ പോകുന്നത്. ശ്രീത് പണിക്കർ, ഒറ്റ കാര്യം കൂടെ, അതായത് മറ്റൊരാൾക്കൊരു ഉപദ്രവമോ ഇല്ലെങ്കിൽ ഒരാളുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും വനിതകൾക്ക് PSCയിൽ നിയമനം കിട്ടുന്നതിന് തടസ്സമുണ്ടോ? കോളേജിൽ പഠിക്കുന്നതിനോ ഇല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? ഈ കൊടുങ്കാട്ടിലുള്ള ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയേ അടങ്ങൂ എന്നുള്ള ചിലർ വാശി പിടിക്കുന്നത് അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യതയൊന്നും അല്ലെന്നേ. അതൊക്കെ വേറെ ചില പിടിവാശിയുടെ കാര്യത്തിലാണ്. പക്ഷേ സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടത് അങ്ങനെയല്ല, മറിച്ചാണ് ഉത്തരവിട്ടത്. അവിടെ തുല്യതയ്ക്കായിരുന്നു പ്രാധാന്യം, മതസ്വാതന്ത്ര്യത്തിനും. അതിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ഒരു VS-ന്റെ സത്യവാങ്മൂലത്തിന് ശേഷം ഞങ്ങളുടെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തൊരു സത്യവാങ്മൂലം അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം പറയുന്നുണ്ടല്ലോ. അവിടെ വിശ്വാസികൾക്കൊപ്പം നിൽക്കണം, വിശ്വാസം. അതല്ല സർക്കാരിന്റെ നിലപാട്, മറിച്ച് VS സർക്കാർ കൊടുത്തതാണ് നിലപാടെന്ന് പിണറായി സർക്കാർ തിരുത്തിയത്. ശ്രീ